ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ഇളം ചൂടുകളായിട്ട് ഞാൻ കുടിക്കുന്നത്. ഇത്രയും 3-4 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് 90.6 ആയിരുന്നു തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ വെയിറ്റ് 89.9 ആണ്. മാഷാല്ല. അപ്പോൾ ആ സ്കൂളിലെത്തി ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുകയാണ്. ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായയും ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതാണ്. സെക്കൻഡ് ബ്രേക്കിന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോയായിരുന്നു. ആപ്പിളാണ് കഴിച്ചത്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇച്ചിരി ചോറും തൈരും മീൻ പൊരിച്ചതും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേറെ കറിയൊന്നും വെച്ചില്ല. അതിനുശേഷം മോൻ്റെ സ്കൂളിൽ പോയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും കാണുന്ന ഒരു മഫ്ലറാണ് കേട്ടോ. ഇതിന് എന്താ പേര് പറയാൻ എനിക്കറിയില്ല. നല്ലൊരു അടിപൊളി സംഭവമാണ്. എന്തായാലും കുട്ടികളുടെ കണ്ണ് പൊട്ടിക്കാൻ പറ്റുന്ന അടിപൊളി കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഇതിന് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം മോൻ സ്കൂളിലെത്തി. അവിടെ പോസ്റ്റ് പോലെ ഇരിക്കേണ്ടി വന്നു. കാരണം ഞാൻ 4:30 ആകുമ്പോഴേക്കും എത്തി. 5 o'clock ഓപ്പണിംഗ്. ബട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് കരുതി നിങ്ങളാരും വർക്കൗട്ട് മുടക്കരുത്, മോട്ടിവേഷൻ മുടക്കരുത്. എനിക്ക് പറ്റും, എനിക്ക് തീർച്ചയായിട്ടും പറ്റും. 90 കിലോയിൽ എനിക്ക് 70 കിലോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും പറ്റും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്ക് ഏജ് ഓവർ ആണെന്ന് കരുതി എനിക്കൊന്നും നടക്കാനൊന്നുമില്ല. ബിക്കോസ് എന്റെ മൈൻഡ് ഇപ്പോഴും ചെറുപ്പമാണ്. എനിക്കത് നടക്കും. എനിക്ക് കോൺഫിഡന്റ് ഉണ്ട്. വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പഴയതുപോലെ ബാക്ക് ടു ട്രാക്ക് ഞാൻ വരികയും ചെയ്യും. അപ്പോൾ സിറ്റുവേഷൻസ് അങ്ങനെ നമുക്ക് മുടക്കി കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ കരയാൻ പറ്റില്ലല്ലോ. സോ ഡസന്റ് മാറ്റർ. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ ഫർണിച്ചറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചേഞ്ച് ചെയ്യാൻ ആള് വന്നു. അതിനുശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. മീൻ പൊരിച്ചതും ചെറുപയർ കറിയൊക്കെ നാളെ ഉച്ചക്കത്തേക്ക് വരെ എനിക്കെത്തി. നാളെ വൈകുന്നേരം വരെ സുഖമായിട്ട് എനിക്ക് കൊണ്ടുപോകാം. പുറത്തെ ഫുഡിന് കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ തൽക്കാലം ഒഴിവാക്കിയിട്ടാണ്. നമുക്കതൊക്കെ ചീറ്റടെ എടുക്കാം. അപ്പൊ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി ചോറ് ബാക്കി വന്നു. ഞാനത് കളയേണ്ട കരുതി അതും കഴിച്ച്